ഹലോ ഓൾ എല്ലാവർക്കും നമസ്കാരം. സോ ഞാൻ അലൻ സാൻഡോ. ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് POC എന്ന് പറയുന്ന സബ്ജക്റ്റുമായി റിലേറ്റ് ചെയ്തിട്ട് ഫോക്കസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ്. സോ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ്, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കിക്കുക. നമ്മൾ ഇനിയും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ ഈ സീരീസിന്റെ പേര് തന്നെ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എന്നാണ്. എക്സാമിന് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് എന്നാൽ അത്യാവശ്യം കവർ ആവുന്ന രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഇവിടുത്തെ ഉദ്ദേശം. സോ ഞാനിന്ന് എടുക്കാൻ പോകുന്ന ഒരു സിമ്പിൾ ബട്ട് എക്സാമിന് അത്യാവശ്യം ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതും POC എന്ന് പറഞ്ഞ സബ്ജക്റ്റ്, അതായത് തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം. POC എന്ന് പറഞ്ഞ സബ്ജക്റ്റിന്റെ തന്നെ ഏറ്റവും കോർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ദാറ്റ് ഈസ് ഓട്ടോമേറ്റ. ഓട്ടോമേറ്റനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഇവിടെ ഞാനൊരു ഡെഫിനേഷൻ എഴുതിയിട്ടുണ്ട്. സോ അതിന് മുന്നേ എന്താണ് ഓട്ടോമേറ്റ എന്നുള്ളത് ഞാനൊന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. സോ അത് സബ്ജക്റ്റിന്റെ ഒരു എന്തുകൊണ്ട് നമ്മൾ ഈ സബ്ജക്റ്റ് പഠിക്കുന്നു, എന്തുകൊണ്ട് ഈ സബ്ജക്റ്റിൽ നമ്മൾ ഇത് പഠിക്കുന്നു എന്നുള്ളത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം POC, അതായത് ഇവിടെ നമ്മൾ പറയുന്ന ഈ C എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷൻ ആണ്. കമ്പ്യൂട്ടേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും രണ്ട് തരത്തിലുള്ള ആൾക്കാർക്കല്ല, രണ്ട് തരത്തിലുള്ള സംഭവങ്ങൾക്കാണ് അത് ചെയ്യാൻ പറ്റുക. ഒന്ന് ഹ്യൂമൻ ബീയിങ്ങിനും അതുപോലെ തന്നെ മെഷീൻസിനും. സോ ഒരു മെഷീൻ വ്യൂവിൽ നോക്കിയാൽ കമ്പ്യൂട്ടേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹി നീഡ്സ് എ മോഡൽ. അതിലെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന ഓട്ടോമേറ്റ എന്ന് പറയുന്നത്. സംതിങ് ടു ഓട്ടോമേറ്റ്. ഓട്ടോമേറ്റയുടെ അർത്ഥം തന്നെയാണ് ഓട്ടോമാറ്റിക് ആയിട്ട് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ്. അതെങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം. സോ നമുക്കൊരു ഡെഫിനേഷൻ ഇവിടെ ഉണ്ട്. ഇറ്റ്സ് എ സിമ്പിൾ ഡെഫിനേഷൻ. ഓക്കെ, ഇത് പഠിക്കാനുള്ള എളുപ്പം ഇതാണ്. ഓട്ടോമേറ്റ ഈസ് വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് മാത്തമാറ്റിക്കൽ മോഡൽ ഓഫ് കമ്പ്യൂട്ടേഷൻ. ഞാൻ ഇവിടെ കാണിച്ചു തന്ന ഈ സാധനങ്ങൾ തന്നെ നോക്കിയാൽ മതി. കമ്പ്യൂട്ടേഷൻ, മോഡൽ. ഈ മോഡലിന്റെ അടുത്ത് നമുക്ക് എന്തും കൂടെ എഴുതാം. വി ക്യാൻ റൈറ്റ് as മാത്തമാറ്റിക്കൽ മോഡൽ. ആ ഒരു പോയിന്റും കൂടെ നമുക്ക് എഴുതുകയാണെങ്കിൽ ഇവിടെ ക്ലിയർ ആണല്ലോ. സോ എ കമ്പ്യൂട്ടേഷണൽ മാത്തമാറ്റിക്കൽ മോഡൽ വിച്ച് ഈസ് സിംപ്ലസ്റ്റ്, ദാറ്റ് ഈസ് കോൾഡ് ഓട്ടോമേറ്റ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓട്ടോമേറ്റ ഈസ് വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് മാത്തമാറ്റിക്കൽ മോഡൽ ഓഫ് കമ്പ്യൂട്ടേഷൻ. ഓക്കെ, ഇതിലുള്ള 3 സംഭവങ്ങളുണ്ട്. ഓട്ടോമേറ്റയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ്. ഒന്ന് സ്റ്റേറ്റ്, ഇവിടെ എഴുതിയിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യുന്ന പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്റ്റേറ്റ്, അതുപോലെ തന്നെ സിമ്പിൾസ്, അതുപോലെ തന്നെ ട്രാൻസിഷൻസ്. ഇത്തരം കാര്യങ്ങൾ ഓട്ടോമേറ്റയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. സോ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ വട്ടമൊക്കെ വരച്ച് ഒരു ആരോസ് ഒക്കെ മാർക്ക് ചെയ്ത് 2 വട്ടമൊക്കെ വരച്ച് ഇവിടെ Q0 അല്ല Q1 എന്നൊക്കെ എഴുതി, ഇവിടെ 0 ഇവിടെ 1 എന്നൊക്കെ എഴുതി നമ്മൾ എങ്ങനെ എഴുതും. ദിസ് ഇസ് വാട്ട് ഇസ് ഓട്ടോമേറ്റ. ഓക്കെ, ഇനി നമുക്കിതിൽ ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കേണ്ട 4 കാര്യങ്ങളുണ്ട്. ഓട്ടോമേറ്റ് എന്താന്ന് പഠിക്കുമ്പോൾ നമ്മളിതിൽ പഠിക്കാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. സോ വി ഷുഡ് ലേൺ ദിസ്. സോ ആദ്യം പറയുന്ന സാധനമാണ് സിമ്പിൾ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് സിമ്പിൾ? സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു വീട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടിക ഉപയോഗിച്ച് പണിയാം, വെട്ടുകല്ല് ഉപയോഗിച്ച് പണിയാം. ഇഷ്ടിക ഒരു സിമ്പിളാണ്, വെട്ടുകല്ല് ഒരു സിമ്പിളാണ്. സോ ആ വീട്, ആ ഹൗസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കുന്നതിന്റെ ബേസിക് ബ്ലോക്ക് എന്താന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? മേ ബി ആൻ ഇഷ്ടിക ഓർ വെട്ടുകൽ. ഓക്കെ, അതുപോലെ തന്നെയാണ് സിമ്പിൾസ് എന്ന് പറയുന്നത് ഓട്ടോമേറ്റയുടെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. ഓക്കെ, അത് ഏതൊക്കെയാണ് ബേസിക് ബ്ലോക്സ്? 0, 1, A, B, C, എക്സെട്ര എക്സെട്ര എക്സെട്ര. നോർമലി ABCD എന്ന് പറയുന്ന ആ സെറ്റും അതുപോലെ തന്നെ 0, 1 ഇതൊക്കെയാണ് നോർമലി സിമ്പിൾ കാണുക. ഓക്കെ, സെക്കൻഡ് തിങ് ഇസ് ആൽഫബറ്റ്സ്. വാട്ട് ഇസ് ആൽഫബറ്റ്? നമ്മൾ വീട് പണിയുമ്പോൾ എല്ലാം ഇഷ്ടിക വെച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതൊരു ഒരു ഗ്രൂപ്പാണ് അല്ലേ. ഇഷ്ടികകൾ മാത്രം വെച്ച് നമ്മൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ വെട്ടുകല്ല് മാത്രം വെച്ച് നമ്മൾ ഉണ്ടാക്കും. സോ ഇവിടെ എന്താണ് ഗ്രൂപ്പ് ചെയ്യണം. ബേസിക് ബ്ലോക്കിനെ നമ്മളിവിടെ ഗ്രൂപ്പ് ചെയ്യണം. ദാറ്റ്സ് വാട്ട് ഹിയർ മീൻസ്. സോ ഗ്രൂപ്പ് ഓഫ് സിമ്പിൾസിനെ നമ്മളിവിടെ ഗ്രൂപ്പ് ചെയ്യണം. അതിനൊരു ആൽഫബറ്റ്സിന് മാത്രമൊരു സിമ്പിൾ ഉണ്ട്, സിഗ്മ എന്ന് പറയും. നമ്മൾ സിഗ്മ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാൽ നമ്മൾ അതിനെ മീൻ ചെയ്യേണ്ടത് ഇറ്റ്സ് ആൻ ആൽഫബറ്റ്. ആൽഫബറ്റിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം ഓർത്ത് വെച്ചോളുക. ഓക്കെ,
സോ മേ ബി 0,1 ഒരു സെറ്റ് ആണ്, ഇത് സെറ്റ് ആണ്, ഗ്രൂപ്പ് ഓഫ് സിമ്പിൾസ് സെറ്റ് ആണ്, പ്ലീസ് നോട്ട്. ഓക്കെ, 0,1 ഒരു ആൽഫബറ്റ് ആണ്. A,B മാത്രം ഒരു സെറ്റ് എടുത്താൽ അതൊരു ആൽഫബറ്റ് ആണ്. C,D മാത്രം എടുത്താൽ അതൊരു സെറ്റ് ഓഫ് ആൽഫബറ്റ് ആണ്. കാരണം സിമ്പിൾസിന്റെ സെറ്റ് ആണ്. ദാറ്റ് ഈസ് വാട്ട് ഇസ് ആൽഫബറ്റ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത സംഗതി സ്ട്രിങ് ആണ്. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മേ ബി നമുക്ക് കിട്ടുന്ന ആൽഫബറ്റ്സ് എന്ന് പറയുന്ന ഇഷ്ടികകൾ ഇങ്ങനെ വെക്കും, ഇങ്ങനെ വെച്ച് നമ്മൾ വീട് പണി. ഓക്കെ, ചിലപ്പോൾ നമ്മൾ ഇഷ്ടിക വെച്ചിട്ട് ഇങ്ങനെ പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് ചിലപ്പോൾ ബാക്കി പകുതി ഇവിടെ എടുത്തിട്ട് ചെയ്യും. അറേഞ്ച്മെന്റ് ആണ്. നമ്മൾ ആ ഇഷ്ടികനെ പല രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. സോ ജസ്റ്റ് എ സെക്കൻഡ്. സോ വാട്ട് സ്ട്രിങ് മീൻസ്, സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ആൽഫബറ്റ് തന്നെയാണ്. ബട്ട് അതിന് കുറച്ചുകൂടി ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു ഇത് പറയുകയാണെങ്കിൽ സീക്വൻസ് ഓഫ് സിമ്പിൾസ് ഫ്രം ആൽഫബറ്റ്സ് നമുക്ക് പറയാം. സീക്വൻസ് ഓഫ് സിമ്പിൾസ് ഫ്രം ആൽഫബറ്റ്, ഇങ്ങനെ വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ നമ്മളിപ്പോ സിഗ്മ എടുക്കുകയാണ്, A,B and we write as AA, BB, AB, BA. ഇതിലെ ഇത് 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 ഇതൊക്കെ ഇത് ഈച്ച് ഓഫ് ദം റെപ്രസെന്റ്സ് എ സ്ട്രിങ്. ഞാൻ കണക്ട് ചെയ്യാം. ഓക്കെ, ഈച്ച് ഓഫ് ദം റെപ്രസെന്റ്സ് എ സ്ട്രിങ്. അവിടെ കോമയില്ല. ഓക്കെ, ഈച്ച് ഓഫ് ദം റെപ്രസെന്റ്സ് എ സ്ട്രിങ്. നമ്മൾ നോർമലി സി പ്രോഗ്രാമിലൊക്കെ കണ്ടിട്ടുള്ള സ്ട്രിങ് പോലെ തന്നെയാണ്. അത് ഒരുമിച്ചായിരിക്കും, വേറെ കോമ സെപ്പറേഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഇതൊരു ഒരുമിച്ചാണ്, ഇത് ഒരുമിച്ചാണ്, ഇത് ഒരുമിച്ചാണ്, ഇത് ഒരുമിച്ചാണ്, ഇതെല്ലാം സ്ട്രിങ്സ്. ഓക്കെ, ഫോർത്ത് വൺ ഈസ് ലാംഗ്വേജ്. അതും കൂടെ എന്താണെന്ന് ജസ്റ്റ് പറയാം. ലാംഗ്വേജ് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്താണ് ലാംഗ്വേജ് എന്നുള്ളത്. സോ വാട്ട് ലാംഗ്വേജ് ഈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ സിഗ്മ എടുക്കുകയാണ്, 0,1 എടുത്തു. നമ്മൾ W എന്ന് പറഞ്ഞിട്ട് സ്ട്രിങ് എഴുതുകയാണ്, 0,1,1,0,1 എന്നും പറഞ്ഞിട്ട് നമ്മൾ എഴുതിയെന്ന് വിചാരിക്കുക. നമ്മളോട് ചോദിക്കുകയാണ്, അപ്പൊ സോറി 0,1 അല്ല, നമുക്ക് മറ്റേ തന്നെ എടുക്കാം, AB എക്സാമ്പിൾ തന്നെ എടുക്കാം, അതായിരിക്കും നമുക്ക് നല്ലത്. ഓക്കെ, A,B എടുത്തു and we write AA, BB, AB, BA. This is language. ഇതിനെയാണ് നമ്മൾ ലാംഗ്വേജ് എന്ന് പറയുക. കാരണം നമ്മൾ എടുക്കുന്ന ഈ ഒരു ഓട്ടോമേറ്റയില് ഈ സാധനങ്ങൾ പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. സോ ഇതാണ് അവന്റെ ലാംഗ്വേജ്. അവനോട് വന്നിട്ട് അവന് സിമ്പിൾ എയും ബിയും ഉണ്ട്, ലൈക്ക് ആൽഫബറ്റ്സിന്റെ സെറ്റ് എന്ന് പറയുന്നത് എയും ബിയും ആണ്. അവിടെ വന്നിട്ട് അവനോട് എ എന്താന്ന് ചോദിച്ചാൽ അവനറിയില്ല, ബിക്കോസ് അത് അവന്റെ ലാംഗ്വേജിൽ ഇല്ല. ദിസ് ഇസ് വാട്ട് ഇസ് ലാംഗ്വേജ്. വെരി സിമ്പിൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞേക്കുന്നത്, ഇതാണ് ലാംഗ്വേജ്. ഓക്കെ, ഇനി നമുക്ക് സ്ട്രിങ്സിന്റെ കാര്യത്തിൽ അറിയേണ്ട കുറച്ച് സംഭവങ്ങളുണ്ട്. സ്ട്രിങ്സ് അല്ലെങ്കിൽ ആൽഫബറ്റ്സിന്റെ സെറ്റിൽ നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഈ ക്വസ്റ്റ്യൻ വെച്ച് തന്നെ പറഞ്ഞുതരാം. ഓക്കെ, സപ്പോസ് സിഗ്മ ഈക്വൽ ടു 0,1 നമ്മുടെ ആൽഫബറ്റ്സ് ആണ്. ഓക്കെ, സിഗ്മ ഓവർ ദ ആൽഫബറ്റ് 0,1. റൈറ്റ് സിഗ്മ സ്റ്റാർ 0 സ്റ്റാർ 0 പ്ലസ്. സ്റ്റാർ പ്ലസ് ഒക്കെ എന്താ? ഓക്കെ, ഞാൻ വിശദമായിട്ടത് പറഞ്ഞുതരാം. സിഗ്മ സ്റ്റാർ മീൻസ് ക്ലീൻ ക്ലോഷർ. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മൾ ആൽഫബറ്റ്സിന്റെ സെറ്റ് ആണല്ലോ ഈ സിഗ്മ എന്ന് പറയുന്നത്. സിഗ്മയുടെ മുകളിൽ സ്റ്റാർ ഇട്ടാൽ പറയുന്ന ഇതാണ്, ഓൾ കോമ്പിനേഷൻ ഓഫ് ആൽഫബറ്റ്സ്. ആൽഫബറ്റ്സിന്റെ എല്ലാ കോമ്പിനേഷനും, ആൽഫബറ്റ്സ് അല്ല, സിമ്പിൾസിന്റെ എല്ലാ കോമ്പിനേഷനും ആ ആൽഫബറ്റിൽ ഉണ്ടാവും. ആ സിമ്പിൾസിന്റെ എല്ലാ കോമ്പിനേഷനും ആ ആൽഫബറ്റ്സിൽ, സോറി, ആ സിഗ്മ എന്ന് പറയുന്നതിൽ ഉണ്ടാവും. ഓക്കെ, അതായത് ഈ സിമ്പിൾസ് എന്ന് പറയുന്നത് എന്താ? ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുന്ന സിഗ്മ പറയുന്നത് A,B ആണെങ്കിൽ ഇതാണല്ലോ അവിടുത്തെ ആൽഫബറ്റ്സ്. ഇത് രണ്ടുമാണല്ലോ സിമ്പിൾ. ഈ സിമ്പിളിന്റെ കോമ്പിനേഷൻ ആണ് സിഗ്മ സ്റ്റാറിൽ വരുന്നത്. അതായത് A,Bയുടെ സ്റ്റാർ ആണ് ചോദിക്കുന്നത്. റൈറ്റ്, അപ്പൊ ഇവിടെ എന്താ വരിക? ഇതിനെല്ലാം കോമ്പിനേഷൻ എഴുതാൻ പറഞ്ഞാൽ AA,
എ ബി അതെന്തായാലും ഓരോന്നോരോന്നായിട്ട് വരും പോയി. എ ബി എ എ ബി എ എ ബി എ എ എ എ ബി ബി എ ബി എ ബി എ ബി എക്സെട്ര എക്സെട്ര. പക്ഷെ നമ്മളൊരു ഒരു സാധനം കൂടെ ഇവിടെ ഇടണം, എപ്സിലോൺ. മൂപ്പരെ മറക്കരുത്. സ്റ്റാർ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എപ്സിലോൺ വേണം. ദിസ് മീൻസ് എപ്സിലോണിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നൾ സ്ട്രിങ് ആണ്, ഒന്നുമില്ല എന്നാണ്. ഒന്നും വേണ്ട, നൾ സ്ട്രിങ്. അതായത് ഒന്നും വന്നില്ലേലും അക്സെപ്റ്റഡ് ആണെന്നുള്ള പോലെ കാണിക്കുന്ന സന്ദർഭങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നൾ സ്ട്രിങ്. ഓക്കെ, സോ ഓൾ കോമ്പിനേഷൻ ഓഫ് സിമ്പിൾസ് വിത്ത് എപ്സിലോൺ എന്താണ് നൾ സ്ട്രിങ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എന്താണ് സിഗ്മ പ്ലസ്? ഒന്നുമില്ല, എന്തായാലും സിഗ്മ സ്റ്റാർ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോറി എന്റെ പേര് ഞാൻ പറഞ്ഞില്ല അല്ലെ. ഇവിടെ നമ്മളവിടെ പറഞ്ഞ പോലെ ഇവിടെ ഒരു പേരുണ്ട്, അതിന് പറയുന്ന പേരാണ് ക്ലീൻ പ്ലസ്. ദാറ്റ് മീൻസ് all combination of symbols in alphabet, ഒറ്റ വ്യത്യാസമേ ഉള്ളൂ അതിൽ നിന്ന്, വിത്തൗട്ട് എപ്സിലോൺ. എപ്സിലോൺ ഇവിടെ ഇല്ല. അപ്പൊ ഈ സെറ്റില് ഈ എപ്സിലോൺ ഒഴിച്ച് ബാക്കി എല്ലാം എടുത്താൽ ഇത് സിഗ്മ പ്ലസ് ആണ്. ഓക്കെ, നമുക്ക് ആൻസർ ഒന്ന് ചെയ്യാം. സോ സിഗ്മ സ്റ്റാർ നമ്മളോട് ചോദിച്ചത്. അപ്പൊ 0 1ന്റെ കോമ്പിനേഷൻ എഴുതാൻ പറഞ്ഞാൽ സിഗ്മ സ്റ്റാർ ഈക്വൽ ടു നമുക്ക് എന്ന് എഴുതാം, 0 എഴുതാം, 1 എഴുതാം, 0 0 എഴുതാം, 1 1 എഴുതാം, 0 1 എഴുതാം, 1 0 എഴുതാം, 0 0 0 എഴുതാം, 0 1 0 എക്സെട്ര എക്സെട്ര. ഇഷ്ടംപോലെ ഇൻഫിനിറ്റി ആണ്. ഓക്കെ, 0 സ്റ്റാർ എഴുതാൻ പറഞ്ഞാൽ, 0 എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഡയറക്റ്റ് വന്നിട്ട് അതിന്റെ സ്റ്റാർ എഴുതാൻ പറഞ്ഞാൽ 0യുടെ കോമ്പിനേഷൻസ് എഴുതാം. സോറി, ഇവിടെ നമ്മളൊരു കാര്യം പറഞ്ഞു, എപ്സിലോൺ കൂടെ എഴുതാൻ മറക്കരുത്. ജസ്റ്റ് ഞാനൊന്ന് ക്ലിയർ ചെയ്യട്ടെ, അതില്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഓക്കെ, എപ്സിലോൺ 0 1. ഓക്കെ, മറക്കരുത് കേട്ടോ, എപ്സിലോൺ ഇടാൻ മറക്കരുത്. എപ്സിലോൺ 0 1 0 സോറി റിയലി സോറി. എപ്സിലോൺ 0, ഇവിടെ 0യുടെ കോമ്പിനേഷൻ അല്ലേ, 0 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 എക്സെട്ര ഇൻഫിനിറ്റി ആണ്. ഇനി 0 പ്ലസ് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? 0 പ്ലസ് എഴുതാൻ പറഞ്ഞാൽ ഈ എപ്സിലോൺ ഒഴിവാക്കിയിട്ട് 0 0 0 0 0 0 0 എക്സെട്ര. സോ ഈ ഒരു ഏരിയ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് കോൺകാറ്റിനേഷൻ ഓഫ് സ്ട്രിങ്. അത് സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആണ്. W ഈക്വൽ ടു, നമ്മൾ സ്ട്രിങ് എഴുതുകയാണ്, സ്ട്രിങ് ആണ് എഴുതുന്നത്, സെറ്റ് അല്ല, സ്ട്രിങ് ആണ്. 0 1 1 0 1 ഇത് സ്ട്രിങ് ആട്ടോ, സിംഗിൾ സ്ട്രിങ് ആണ്, ഞാൻ കോമ ഇട്ടിട്ടില്ല. Y ഈക്വൽ ടു 1 0 0 1. കോൺകാറ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺകാറ്റിനേഷന്റെ മീനിങ് എന്താണ്? അഡീഷൻ. അതിനേക്കാളും കറക്റ്റ് ആയിട്ടുള്ള അർത്ഥം എന്താണ് പറയുക? ജോയിനിങ് എന്നാണ് പറയുക. റൈറ്റ്, ജോയിനിങ്. സോ W.Y നമ്മൾ ഒരുമിച്ച് എഴുതുമ്പോൾ എങ്ങനെ വരും? 0 1 1 0 1. ദെൻ ഡയറക്റ്റ് നമുക്ക് എഴുതാം, വേറെ ഒന്നും നോക്കണ്ട, 1 0 0 1. അതുപോലെ തന്നെ Y.W സെയിം അല്ലേ? അല്ല, കാരണം നമ്മൾ ആദ്യം എഴുതാൻ പോകുന്നത് Y ആണ്. 1 0 0 1 ദെൻ 0 1 1 0 1. സോ നോട്ട് ഇറ്റ്, W നോട്ട് ഈക്വൽ ടു Y. ഈ പോർഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ബാക്കി നമുക്ക് അടുത്ത പോർഷനിൽ കാണാം.